സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂമി നിലകൊള്ളുന്നത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രദേശത്താണ്. ഹാബിറ്റബിൾ സോൺ അഥവാ വാസയോഗ്യമായ മേഖല. അതായത് നക്ഷത്രത്തിൽ നിന്നും അധികം അടുത്തും അധികം അകലെയും അല്ലാത്ത ഒരു പ്രത്യേക പ്രദേശം. ഈ പ്രദേശത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളിൽ നിന്നും ഒരുപാട് അകലത്തിലായതുകൊണ്ട് ഗ്രഹം മുഴുവൻ തണുത്തുറഞ്ഞ അവസ്ഥയിലായിരിക്കും. ഇത്തരം ഗ്രഹങ്ങളിലുള്ള ജലത്തിൻ്റെ അവസ്ഥ നമ്മുടെ ഭൂമിയിലേതുപോലെ ദ്രാവക രൂപത്തിലായിരിക്കുകയില്ല. അവ മുഴുവൻ തണുത്തു മരവിച്ച് ഖരാവസ്ഥയിലായിരിക്കും നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഹാബിറ്റബിൾ മേഖലയുടെ മുൻപ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെല്ലാം നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്തുകൂടെയായിരിക്കും നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെല്ലാം ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും. അത്തരം ഗ്രഹങ്ങളിൽ ഒരിക്കലും ജലം ദ്രാവക രൂപത്തിൽ കാണപ്പെടുകയില്ല. അവിടെയുള്ള ജലം വാതക രൂപത്തിലായിരിക്കും നിലനിൽക്കുന്നത്. എന്നാൽ ഹാബിറ്റബിൾ മേഖലയിൽ നിലകൊള്ളുന്ന ഗ്രഹങ്ങളിലെല്ലാം ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കും. അത്തരം ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്.